الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം വസിക്കുന്ന ഭൂമിയിൽ ഉപജീവന മാർഗങ്ങൾ സംവിധാനിച്ച കാര്യം അവൻ നമ്മെ ബോധ്യപ്പെടുത്തിയ വചനങ്ങളെ നാം മനസ്സിലാക്കുകയുണ്ടായി. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ വമൻ ലസ്തും ലഹു ബിറാസിഖീൻ. ആ വിഷയത്തിൽ അല്ലാഹു ഉണർത്തിയ ഒരു കാര്യം ഇതാണ്: ഈ ഭൂമിയിൽ നിങ്ങൾക്കാവശ്യമായ ജീവിത വിഭവങ്ങൾ നാം നിശ്ചയിച്ചിട്ടുണ്ട്. വമൻ ലസ്തും ലഹു ബിറാസിഖീൻ. നിങ്ങൾ അന്നം കൊടുക്കേണ്ടവരില്ലാത്ത ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ അവക്കൊക്കെ അന്നം ഏർപ്പെടുത്തിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നർത്ഥം. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ ഖലീലൻ മാ തഷ്കുറൂൻ. ഭൂമിയിൽ നിങ്ങൾക്കാവശ്യമായ ജീവിത വിഭവങ്ങൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നന്ദി കാണിക്കുന്നവർ അല്പം മാത്രമാണ് എന്ന് അല്ലാഹു ഉണർത്തി. ജീവിത വിഭവങ്ങളുടെ ഖജനാവുകൾ ഉള്ള അധിപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ അറിയിച്ച കാര്യം: ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസഅലൂനി ഫഅഅ്തൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി. ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും ജിന്നുകളും, ആദ്യം വസിച്ചവരും പിന്നീട് വസിച്ചവരും എല്ലാവരും ഒരു പ്രദേശത്ത് ഒരുമിച്ചുകൂടി അവരുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അവരൊക്കെ ചോദിച്ചത് ഞാൻ നൽകും. അതൊന്നും മാ നഖസ ദാലിക ബിമാ ഇൻദി, എൻ്റെ അരികിലുള്ള ജീവിത വിഭവങ്ങളെ അതിനെ കുറക്കുകയില്ല. ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യത്തു ഇദാ ഉദ്ഖിലൽ ബഹർ. ഒരു സമുദ്രത്തിലേക്ക് ഒരു സൂചി ഇറക്കി ആ സൂചി പുറത്തെടുത്താൽ ആ സമുദ്രത്തിൽ നിന്ന് അതിൽ ശേഷിക്കുന്ന വെള്ളം എത്രയാണ്, ഇതുപോലെയാണ് എൻ്റെ അരികിലുള്ള ജീവിത വിഭവങ്ങളുടെ ഖജനാവുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ജീവിത വിഭവങ്ങളെ അല്ലാഹു അവൻ്റെ ഹിക്മത്തനുസരിച്ച് ചിലർക്ക് കൂടുതൽ നൽകാം, ചിലർക്കതിൽ കമ്മി വരുത്താം.
അതൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്മത്തും അവൻ്റെ തീരുമാനവുമാണ് എന്ന് വിശ്വാസികൾ അംഗീകരിക്കണം. വഇം മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഏതൊരു വസ്തുവിനും ആവശ്യമായ വിഭവങ്ങളുടെ ഖജനാവുകൾ എൻ്റെ അരികിലുണ്ട്. പക്ഷെ അത് നിർണിതമായ നിലയിൽ മാത്രമാണ് നാം അത് നൽകുക എന്ന കാര്യം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിത വിഭവങ്ങളിൽ ബറക്കത്ത് നേടിയെടുക്കുക എന്നതാണ്. ബറക്കത്ത് എന്ന പ്രയോഗം ഒരു മലയാളീകരിച്ച അറബിപ്പദമാണ്. നമ്മുടെ സംസാരങ്ങളിലൊക്കെ കടന്നു വരാറുണ്ട് ബറക്കത്ത്. ബറക്കത്തുണ്ടാവട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. എന്താണ് ഈ ബറക്കത്ത് എന്ന് നാം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫിശ്ശൈഇ എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഖൈറ് അത് സ്ഥിരമായി ഒരാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക, അതാണ് ബറക്കത്ത്. അന്നമാഉ വസ്സിയാദ, നമുക്ക് ലഭിക്കുന്ന ജീവിത വിഭവങ്ങളിൽ വർധനവും വളർച്ചയും ഉണ്ടാകുക. സുബൂത്തുൽ ഖൈരി വ ദവാമുഹു, അള്ളാഹു സ്ഥായിയായ അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിൽ നിലനിർത്തുക. ഇതൊക്കെയാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബറക്കത്ത് നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന വിശ്വാസം ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ മാത്രമാണ് ബറക്കത്തിൻ്റെ ഉടമ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത എന്ന് പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ, നിന്റെ ഫളിലും നിന്റെ റഹ്മത്തും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത, അത് ഉടമപ്പെടുത്തുന്നവൻ നീ മാത്രമാണ്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ മുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. അള്ളാഹു മനുഷ്യരിലേക്ക് തുറന്നുവിടുന്ന വിവിധങ്ങളായ റഹ്മത്തുകൾ അതിനെ പിടിച്ചു വെക്കാൻ ഒരാളുമില്ല. അല്ലത് പിടിച്ചു വെച്ച് ആർക്കും നൽകാതിരുന്നാൽ അതിനെ തുറന്നുവിടാനും ഒരാൾക്കും സാധ്യമല്ല. ഇത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. അതുകൊണ്ട് എത്ര കൂടുതൽ ജീവിത വിഭവങ്ങൾ ലഭിച്ചവരും എത്ര കുറച്ച് ലഭിച്ചവരും അതിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയുന്നൊരവസ്ഥ നേടിയെടുക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമ്മൾ സമ്പാദിക്കുന്നതിൽ, നമ്മുടെ വരുമാനങ്ങളിൽ, നമ്മുടെ ഭക്ഷണങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലുടനീളം ആ ബറക്കത്ത് നേടിയെടുക്കണം. അത് അള്ളാഹു മാത്രം നൽകുന്നതാണ്. അത് ലഭിച്ചുകൊണ്ടാവണം ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. അതിനുള്ള വഴികളിൽ മുഴുകുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി നാം ശരിയായ ഈമാനുള്ളവരാകുക. ആ ഈമാൻ നേടിയ ശേഷം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. അപ്പോൾ അള്ളാഹു നമുക്ക് അവൻ്റെ ബറക്കത്തുകളുടെ കവാടങ്ങൾ തുറന്നിടുമെന്നാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അവർ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്നെങ്കിൽ ആകാശത്തിലൂടെ ഭൂമിയിലൂടെ വിവിധങ്ങളായ അനുഗ്രഹങ്ങളുടെ ബറക്കത്തുകൾ അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കാണാം. തഖ്വയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖശിയത്തുല്ലാഹി ഫിസ്സിദ്ദി വൽ അലാനിയ. ജീവിതത്തെ രണ്ട് ഭാഗമാക്കി നമ്മൾ വേർതിരിക്കുമ്പോൾ ഒന്ന് നമ്മുടെ പരസ്യ ജീവിതമാണ്, ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം. മറ്റൊന്ന് ആരും നമ്മെ കാണാത്ത രഹസ്യമായ ജീവിതം. ഈ പരസ്യമായ രഹസ്യമായ ജീവിതങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയുക എന്നതാണ്.
അതുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയും. നമ്മുടെ മുൻഗാമികൾ പരസ്പരം ഉപദേശിച്ചിരുന്നു, മൻ അസ്ലഹ സരീറത്തഹു അസ്ലഹ അല്ലാഹു അലാനിയത്തഹു. ആരെങ്കിലും തൻ്റെ രഹസ്യ ജീവിതം നന്നാക്കിയാൽ അവൻ്റെ പരസ്യ ജീവിതം അള്ളാഹു നന്മയുള്ളതാക്കി മാറ്റും. ഒമൻ അസ്ലഹ മാ ബൈനഹു വബൈനല്ലാഹ്, അള്ളാഹുവിനും തനിക്കുമിടയിലുള്ള ബന്ധം ഒരാൾ നന്മയുള്ളതാക്കി മാറ്റിയാൽ അസ്ലഹല്ലാഹു മാ ബൈനഹു വബൈനന്നാസ്, അവൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ബന്ധം അള്ളാഹു നന്നാക്കി കൊടുക്കും. വമൻ അമില ലി ആഖിറതിഹി കഫാഹുല്ലാഹു അംറ ദുനിയാഹു, പരലോകം ലക്ഷ്യമാക്കിയാണോ ഒരാൾ ഈ ഭൗതിക ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, എന്നാൽ അവൻ്റെ ദുനിയാവിൻ്റെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എല്ലാ കലർപ്പുകളിൽ നിന്നും, വേണ്ടാത്തരങ്ങളിൽ നിന്നും, തോന്നിവാസങ്ങളിൽ നിന്നും വിശുദ്ധമാക്കാനുള്ള പരിശ്രമം നമ്മിലുണ്ടാകണം. അത് അള്ളാഹു അവൻ്റെ വിവിധങ്ങളായ ബറക്കത്ത്, റഹ്മത്തുകൾ ചൊരിയാൻ ഇടവരും എന്നതാണ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച നമ്മുടെ കയ്യിലുള്ള പണം, സമ്പത്ത്, അത് നമ്മുടെ നിലനിൽപ്പ് മാത്രമല്ല, അത് വേണ്ടത്ര ലഭിക്കാത്തവരുടെ നിലനിൽപ്പും നമ്മുടെ കൈകളിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു ഓർമ്മപ്പെടുത്തി, വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ നിർണിതമായ ഒരു വിഹിതമുണ്ട്. ആർക്ക്? ലിസ്സായിൽ, ആ പണം ഇല്ലാത്തവൻ അത് അന്വേഷിച്ച് ചോദിച്ചു വരുമ്പോൾ അവന് കൊടുക്കാൻ. വൽ മഹ്റൂം, ജീവിത വിഭവങ്ങൾ മുടക്കപ്പെട്ടവർക്ക്, വേണ്ടത്ര ജീവിത സുഖങ്ങൾ ലഭിക്കാത്തവൻ ആ സമ്പത്തിൻ്റെ ഉടമയാണ്. ഒന്നുകിൽ സക്കാത്തിന് അവൻ അർഹനാകും, അല്ലെങ്കിൽ നമ്മുടെ സ്വതക്കകൾക്ക് അവൻ അർഹനാകും. അതുകൊണ്ട് തന്നെ സക്കാത്തായി, സ്വതക്കയായി, അതില്ലാത്തവർക്ക് നൽകാൻ അള്ളാഹു ഏൽപ്പിച്ചതുകൂടിയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു. സഅദ് സമ്പന്നനായിരുന്നു. സഅദിന് മറ്റുള്ളവരെക്കാൾ എനിക്ക് സമ്പത്തുണ്ട് എന്നൊരു തോന്നലുണ്ടായി. റസൂലുള്ള സഅദിനോട് പറഞ്ഞത്, ഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളുഅഫായിക്കും എന്നാണ്. സഅദേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് അല്ലാഹു യഥേഷ്ടം റിസ്ക് നൽകാൻ കാരണം, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കാൻ കാരണം ബിളുഅഫായിക്കും, നിങ്ങൾക്കിടയിലുള്ള പല പ്രശ്നങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ദുർബലരായ ആളുകളെ കൊണ്ടാണ്. അവർക്ക് നിങ്ങൾ സഹായം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അല്ലാഹു ജീവിത വിഭവങ്ങൾ നൽകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദിനെ ഉപദേശിച്ചത് കാണാം. ഒരിക്കൽ റസൂലുള്ള സ്വഹാബത്തിനോട് പറയുന്നു, ഇബ്ഗൂനി അല്ലുഅഫ, നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്തി എന്നെ ഏൽപ്പിക്കൂ എന്ന്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞത്, ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളുഅഫായിക്കും, നമുക്കൊക്കെ സഹായങ്ങൾ, റിസ്കുകൾ ലഭിക്കുന്നത് ഈ ദുർബലർക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എത്ര മറ്റുള്ളവർക്ക് നമ്മൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് സഹായം നൽകുന്നുവോ അത് നമുക്ക് റിസ്ക് വർദ്ധിക്കാൻ, ആ ഉപജീവനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. പിടിച്ചു വച്ചാൽ അതുകൊണ്ടൊരു നേട്ടവും നമുക്ക് ലഭിക്കാനില്ല. എല്ലാ പ്രഭാതത്തിലും ആകാശലോകത്തിൽ നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോ പ്രഭാതത്തിലും ഇറങ്ങി വരും 2 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ. എന്തിനാണ് അവരെ ഇറങ്ങി വരുന്നത്? അള്ളാഹു അവരെ ഏൽപ്പിച്ചത് 2 പ്രാർത്ഥനകളാണ്. ഒരു മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅ്തി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നീ കൊടുത്ത സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർക്ക് പകരം നന്മ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നതോ, അല്ലാഹുമ്മ അഅ്തി മുംസിക്കൻ തലഫ, നീ ഏൽപ്പിച്ച സമ്പത്ത് അത് പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കാത്തവന് നാശം കൊടുക്കണേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ നാശത്തിൻ്റെ അത് നമ്മിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ കാരണമാകുന്ന 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടുക, പരമാവധി സ്വതക്കകൾ അതുകൊണ്ട് ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ കാണാം, യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാതി വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അല്ലാഹ് പലിശയെ ക്ഷയിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പലിശ കൊണ്ട് ഒരു ബറക്കത്തും ഒരാൾക്ക് നേടാനില്ല. താൽക്കാലികമായ നേട്ടങ്ങൾ പലിശ കൊണ്ട് ലഭിക്കും.
പക്ഷെ അതുകൊണ്ട് തീരാ ദുഃഖത്തിലാണ് പലിശയുടെ പിന്നാലെ പോയവരൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. യംഹഖുല്ലാഹു റിബ. ഈ ആയത്തോതി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, യംഹഖുല്ലാഹു റിബ, അല്ല പലിശയെ ക്ഷയിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യഖ്ബലു മിൻഹു സദഖതൻ വലാ ഹജ്ജൻ വലാ ജിഹാദൻ വലാ സിലതൻ. പലിശയിൽ മുഴുകിയ ഒരാളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ഹജ്ജോ അവൻ്റെ സ്വതക്കയോ അവൻ്റെ ജിഹാദോ അവൻ്റെ കുടുംബബന്ധം ചേർക്കലോ അല്ല സ്വീകരിക്കുന്നതല്ല. അല്ല പലിശയെ ഇല്ലാതാക്കി പിന്നെ ചെയ്തതെന്താ? വയുർബി സ്വദഖാത്ത്, അവൻ സ്വതക്കകളെ വളർത്തുകയാണ് ചെയ്തത്. എത്ര കുറച്ചാണെങ്കിലും നമ്മൾ സ്വതക്ക കൊടുത്താൽ അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് വളരുകയാണ് ചെയ്യുക. മാ നഖസത്ത് സ്വദഖത്തും മിമ്മാലിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര സ്വതക്ക കൊടുത്താലും അത് സമ്പത്തിന് ചുരുക്കുകയില്ല എന്നാണ്. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണോ നൽകുന്നത്, അത് സമ്പത്തിനെ വർദ്ധിപ്പിക്കും. ഏതുപോലെ വർദ്ധിപ്പിക്കും? ഒരു ഹദീത്തിൽ കാണും, റസൂലുള്ള പറഞ്ഞു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, തൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയോളം വലുപ്പമുള്ള ഒന്ന് അവൻ സ്വതക്ക ചെയ്താൽ, ലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ, ത്വയ്യിബല്ലാത്തതൊന്നും അല്ല സ്വീകരിക്കൂല. ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹ് അവൻ്റെ യമീന് കൊണ്ട്, അവൻ്റെ വലത് കൈ കൊണ്ട് അത് സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹി ഹത്താ യകൂന മിസൽ ജബൽ, ആ കാരക്ക പോലെ വലുപ്പമുള്ള ആ ചെറിയ ധനം അവൻ കൊടുത്തപ്പോൾ അത് പർവ്വത സമാനമായ വളർച്ച അള്ളാഹ് ആ സമ്പത്തിൽ അവൻ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ ജനങ്ങളുടെ സമ്പത്തിൽ വളരാൻ വേണ്ടി എത്ര പലിശ കൊടുത്താലും ഫലാ യർബു ഇൻദല്ലാഹ്, അത് അള്ളാന്റെ അടുക്കൽ വളരുകയില്ല. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നിങ്ങൾ സകാത്തും സ്വതക്കയും നൽകുന്നുവോ ഫഉലൈക ഹുമുൽ മുൽഇഫൂൻ, അവരാണ് ആ സമ്പത്തിനെ ഇരട്ടിപ്പിക്കുന്നവർ എന്ന് അള്ളാഹു അതാ നമുക്ക് പറഞ്ഞു തരാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണെന്ന് ഓർക്കുക. അള്ള തന്ന ജീവിത വിഭവങ്ങൾ അവൻ്റെ തൃപ്തി നേടി സമ്പാദിക്കുക, ആ നേടുന്നതിൽ ബറക്കത്തുണ്ടാക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ജീവിത വിഭവങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കാൻ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ നമുക്ക് മുഴുകാനുണ്ട്. അതിലൊന്നാണ് സദാസമയവും നമ്മൾ അള്ളാഹുവിനോട് ആ വിഷയത്തിൽ പ്രാർത്ഥന നിർവഹിക്കുക എന്നത്. വിത്ർ നമസ്കാരത്തിൽ നമുക്ക് കുനൂത്ത് നിർവഹിക്കാം. നിത്യവും നമ്മൾ വിത്ർ നമസ്കരിക്കണം. ആ നമസ്കാരത്തിൽ കുനൂത്തുണ്ട്. ആ കുനൂത്തിലെ ഒരു ഭാഗം തന്നെ വബാരിക് ലീ ഫീമാ അഅ്തൈത എന്നാണ്. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയതിൽ ബറക്കത്ത് ചൊരിയണേ എന്നാണ്. അതുപോലെ ഏത് കാര്യങ്ങൾക്കും നേരത്തെ പുറപ്പെടുക. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവേ, എൻ്റെ ഉമ്മത്ത് നേരത്തെ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും കാണും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിലത്തുർ റഹിം വഹുസ്നുൽ ജിവാർ വഹുസ്നുൽ ഖുൽഖ് യുഅമ്മിറാനി ദിയാറ വയസീദാനി ഫിൽ അഅ്മാർ. കുടുംബബന്ധം ചേർക്കൽ, അതുപോലെ അയൽപക്ക ബന്ധം നന്നാക്കൽ, വഹുസ്നുൽ ഖുൽഖ് സൽ സ്വഭാവം, ഈ മൂന്ന് കാര്യങ്ങൾ യുഅമ്മിറാനി ദിയാറ വയസീദാനി ഫിൽ അഅ്മാർ, നമ്മുടെ ഭവനങ്ങളെ നിബിഡമാക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൽ നിന്നുള്ള ഖൈറും റഹ്മത്തും ബറക്കത്തും ചൊരിയപ്പെട്ട വീടായി നമ്മുടെ വീട് മാറുന്നതാണ്. നമ്മൾ കുടുംബബന്ധം ചേർത്താൽ, നമ്മുടെ അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറിയാൽ, സൽ സ്വഭാവികളായും നമ്മൾ മാറിയാൽ നമ്മുടെ വീട് ബറക്കത്തുള്ളതായി മാറും. ആ വീട്ടിലുള്ളവർക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്ത് കിട്ടും. അതുപോലെ വയസീദാനി ഫിൽ അഅ്മാർ, ആയുസ്സിൽ വർധനവുണ്ടാകും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അവിടെ ആയുസ്സിലെ വർധനവ് എന്നതിനെ വിശദീകരിച്ചത് ഇന്ന ഹാദിഹി സിയാദ കിനായത്തുൻ അനിൽ ബറക്കത്തി ഫിൽ ഉംരി ബിസബബി തൗഫീഖ് ഇല ത്വാഅ വ ഇമാറത്തി വഖ്തിഹി ബിമാ യൻഫഉഹു ഫിൽ ആഖിറ എന്നാണ്. ഒരാൾക്ക് ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ അവൻ അള്ളാഹ് നിശ്ചയിച്ച ആയുസ്സിൽ കഴിയുക എന്നുള്ളതാണ്. കുറേ കാലം ഈ ഭൂമുഖത്ത് ജീവിക്കുക എന്നതല്ല. അള്ളാഹ് അവന് നിശ്ചയിച്ചൊരു ആയുസ്സുണ്ട്. ആ ആയുസ് വരെ അവന് ജീവിക്കുള്ളൂ. ആ ജീവിതകാലത്ത് അവന് കിട്ടിയ സമയങ്ങളിലൊക്കെ ബറക്കത്തുണ്ടാകുക, അള്ളാഹിനെ അനുസരിച്ച് റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ഈ ഭൂമുഖത്ത് പ്രവർത്തിക്കാനും കഴിയുക, അത് ഒരു വലിയ ബറക്കത്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മുഴുകണം, അള്ളാഹുവിൻ്റെ തൃപ്തി നേടണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. اللهم ربنا تقبل منا وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.